സുനിഷ അയ്യൂർ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗമുണ്ട്. വളരെ ഗൗരവമേറിയ തീരുമാനങ്ങൾ അതിലുണ്ടാകും. അതിനിടയിൽ ചൂട് കൂടുന്നതിനോടൊപ്പം അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്നു എന്നുള്ളതാണ്. 4 ഇടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുനിഷ, കാര്യങ്ങൾ എങ്ങനെയാണ് പോക്ക്? ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചൂട് കൂടുന്നതിനെയും അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിനെയും എങ്ങനെയാണ് കാണുന്നത്? അരുൺ, അതുതന്നെയാണ് 28-ാം തീയതി ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ദിവസങ്ങൾ 1-2 ദിവസം കൂടി ഇതേ തോതിൽ ചൂട് ഉയരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ചൂട് കൂടുന്നതിനൊപ്പം തന്നെ UV ഇൻഡെക്സിലും വലിയ മുന്നേറ്റമാണ്, ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഒപ്പം ഇടുക്കി ജില്ലകളിലെ സ്റ്റേഷനുകളിലാണ്. സാധാരണ ഓരോ ജില്ലയ്ക്കും ഓരോ സ്റ്റേഷൻ വെച്ചാണ് ഈ UV ഇൻഡെക്സ് അളക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കോന്നിയിലും ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരി, മൂന്നാർ, ഈ 4 സ്റ്റേഷനുകളിൽ 8ലേക്ക് അടുത്തിരിക്കുന്നു UV ഇൻഡെക്സ് റേറ്റ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചൂട് കൂടിയാൽ അത് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ അൾട്രാവയലറ്റ് സൂചിക ഉയരുമ്പോൾ ഈ സൂര്യാതപം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേത്രരോഗം, ത്വക്ക് രോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെ നൽകിയ മുൻകരുതലുകളെല്ലാം ഈ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ബൈക്ക് യാത്രികരോടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുന്നൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 11 മണിയോടുകൂടി തന്നെ ഓൺലൈനായി യോഗം ചേരുമെന്നുള്ളതാണ്. ബന്ധപ്പെട്ട മന്ത്രിമാരുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് നടപടി കൈക്കൊള്ളേണ്ടത്? പ്രധാനമായും പാലക്കാട് അടക്കം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധം നടപടികൾ തീർക്കാം, ഏതൊക്കെ തരത്തിൽ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇന്ന് ചർച്ചയാവുക. ഏതായാലും അരുൺ, ചൂട് കൂടുന്നുണ്ട്. ഒരു വേനൽ മഴ 28-ാം തീയതിയോടുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ. സുനിഷയും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ട് ഇറങ്ങിയാൽ മതി. സൂര്യാഘാതം ഉണ്ടാവുന്നത് തടയണം. കാരണം എപ്പോഴാണ് ഇത് വരുന്നതെന്ന് പിടികിട്ടൂല. നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഇറങ്ങിയാലും ഇല്ലെങ്കിലും ഒക്കെ സൂര്യാതാപം ഏൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സൺസ്ക്രീനൊക്കെ പുരട്ടുന്നത് സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഈ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ഒരു ലെയർ പുരട്ടി ഇറങ്ങുന്നത് നന്നായിരിക്കും. അത്യാവശ്യം സാമ്പത്തിക നില അനുസരിച്ച് അതൊക്കെ വാങ്ങുക. SPF സൺ പ്രൊട്ടക്ഷൻ്റെ അളവ് എന്നുള്ളത് 50 ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് അവിടെ കിടക്കും. 10-15 ഒക്കെ ആണെങ്കിൽ പോലും ഈ വെയിലത്ത് ഒന്നും ഏൽക്കൂല.